There's no reward without work, no victory without effort, no battle won without risk. K. Zainul Abidin. ഇടറാത്ത ചുവടുകൾ, പതറാത്ത മനസ്സ്, ഉയർന്ന ശിരസ്. സൈനുൽ ആബിദീൻ എന്ന മനുഷ്യനെ ലോകം പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരു പിരമിഡ് പോലെയാണ് സൈനുൽ ആബിദീന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് അടയാളപ്പെടുത്താനാവുന്നത്. ആഴമുള്ള അനുഭവ പരിജ്ഞാനത്തിൽ, ശക്തമായ അടിത്തറയിൽ കെട്ടുറപ്പോടെ പണിത ഒരു ജീവിതം. അവരുടെ ജീവിതത്തെ ആഖ്യാനം ചെയ്യുമ്പോൾ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി നിശ്ചയദാർഢ്യത്തിന്റെ ഉൾക്കരുത്തിൽ മുന്നോട്ട് കുതിച്ച് ഒരു ശൂന്യ മരുഭൂമിയിൽ ഉദ്യാനം വിരിയിച്ചെടുത്ത മാന്ത്രികത കാണാനാകും. സ്വയം വെട്ടിയ വഴിയിലൂടെ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് നടന്നു കയറിയ പാദമുദ്രകൾ കാണാനാകും. ബിസിനസ് മേഖലയിൽ വിജയകരമായ സാമ്രാജ്യങ്ങൾ പണിതുയർത്തിയ ഒറ്റയാന്മാരുടെ നിരവധി കഥകൾ നമുക്ക് പരിചയമുണ്ട്. തന്റെ വിജയമെന്നത് തന്റെ ഉറ്റവരുടെയും ഉടയവരുടെയും അതോടൊപ്പം ഒരു നാടിന്റെ കൂടി വിജയമാക്കി മാറ്റാനായി എന്നതാണ് സൈനുൽ ആബിദീൻ എന്ന മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത്. അപരന്റെ വേദനകളെ അറിയാനുള്ള ഒരു മനസ്സുണ്ടാവുക, അവരെ കേൾക്കാനാവുക, കാണാനാവുക, അവർക്ക് താങ്ങും തണലുമായി മാറാനാവുക എന്നത് ഏത് ജീവിത തിരക്കുകൾക്കിടയിലും അവർക്ക് മാറ്റിവെക്കാനാവാത്ത ശീലമാണ്. പെരിങ്ങത്തൂർ മേക്കുന്നിനടുത്തെ മത്തിപ്പറമ്പിൽ കാവുള്ളതിൽ തറവാട്ടിൽ മമ്മു സാഹിബ് പാത്തുമ്മ ദമ്പതികളുടെ 6ാമത്തെ മകനായി 1959 സൈനുൽ ആബിദീന്റെ ജനനം. 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുള്ള കുടുംബം. ഭാര്യ പാനൂരിലെ പ്രമുഖ കുടുംബമായ കൂത്താങ്കണ്ടി പുല്ലാനോട്ട് മറിയത്തിന്റെയും നെച്ചോളി പോക്കു സാഹിബിന്റെയും മകൾ സീനത്ത്. 3 പെൺമക്കൾ: സഹ്ല സൈനുൽ ആബിദീൻ, സബ്ല സൈനുൽ ആബിദീൻ, സഫീദ സൈനുൽ ആബിദീൻ. ജീവിതത്തിന്റെ മരുപ്പച്ച തേടി 1978 സൈനുൽ ആബിദീൻ ഖത്തറിൽ വന്നിറങ്ങി. അന്ന് ഖത്തർ ഇന്നത്തെ പോലെ നിറപ്പകിട്ടുള്ളതായിരുന്നില്ല. പൊള്ളുന്ന മരുഭൂമിയിൽ ജീവിതം കരക്കടുപ്പിക്കാൻ അവർ അണിയാത്ത വേഷങ്ങളില്ല. ഖത്തറിലെ ഓഡിയോ വീഡിയോ വിപണന മേഖലയിലായിരുന്നു തുടക്കം. 10 വർഷക്കാലം കൊണ്ട് ഖത്തറിലെ കാസറ്റ് വിൽപ്പന രംഗത്തെ അറിയപ്പെടുന്ന സാന്നിധ്യമായി മാറാൻ സാധിച്ചു. പിന്നീട് ടെക്സ്റ്റൈൽ രംഗത്തും സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറന്റ് രംഗങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തി. കേവലം ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കലായിരുന്നില്ല അത്. വിജയകരമായ ഒരു കൂട്ടായ്മയുടെ, കുടുംബത്തിന്റെ, സ്നേഹസൗഹൃദങ്ങളുടെ മുന്നേറ്റമായിരുന്നു പ്രവാസലോകം സൈനുൽ ആബിദീനിലൂടെ കണ്ടത്. പടിപടിയായി വിജയത്തിലേക്ക് ചുവടുകൾ വെച്ച അധ്വാനശീലനായ, സ്ഥിരോത്സാഹിയായ ഒരു മനുഷ്യന്റെ നാൾവഴികൾ സുവർണ ലിപികളിൽ അതിനു പിന്നിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തന്റെ അനിതര സാധാരണമായ ഇച്ഛാശക്തിയുടെയും നേതൃഗുണത്തിന്റെയും ഫലമായി തന്റെ ബിസിനസ് സാമ്രാജ്യത്തെ ഖത്തറിലെയും UAE-യിലെയും ശക്തമായ സാന്നിധ്യമാക്കി വളർത്താൻ ആബിദ് സാഹിബിന് സാധിച്ചു. ജീവകാരുണ്യ രംഗത്ത് അസാധാരണ മാതൃകകൾ സൃഷ്ടിക്കുന്ന വിവിധ CH സെന്ററുകളുടെ നേതൃപദവിയും അദ്ദേഹം അലങ്കരിക്കുന്നു. ബിസിനസ്സിൽ നിന്നുള്ള വലിയൊരു ഭാഗവും അശരണരുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പാൻ വേണ്ടി അദ്ദേഹം നീക്കിവെച്ചു. ഓൾ ഇന്ത്യ KMCC ബാംഗ്ലൂരുവിന്റെ കാരുണ്യയാത്രകളിൽ എല്ലാ പിന്തുണയുമായി ഏറെക്കാലമായി ആബിദ് സാഹിബുണ്ട്. ബാംഗ്ലൂരിന്റെ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള തീർത്തും നിർധനരായ അനേകം യുവമിഥുനങ്ങളുടെ മംഗല്യ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന
സമൂഹ വിവാഹ സംഗമങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം കൂടെ നിന്നു. തന്റെ മകളുടെ കല്യാണത്തിനായി വീട്ടിൽ പന്തലൊരുക്കുമ്പോൾ തന്നെ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള അനേകം പെൺകുട്ടികളുടെ ഹൃദയങ്ങളിലും മാംഗല്യത്തിന്റെ സന്തോഷ പന്തലൊരുക്കാൻ സാധിച്ചു. MSF കാലം മുതലേ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തിനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായുള്ള നിയോഗം ഒരു നിമിത്തം മാത്രമായിരുന്നില്ല, തന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കുള്ള പ്രോത്സാഹനം കൂടിയായിരുന്നു. ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ വളർച്ച എന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ ആവശ്യമായി മാറുക എന്ന അപൂർവത സഫാരി ഗ്രൂപ്പിനെ മറ്റ് ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. അതിന് കൂടെ നിന്ന് നയിക്കാൻ മനസ്സിൽ അലിവും ആർദ്രതയുമുള്ള മനുഷ്യസ്നേഹികളുണ്ട്. അവർ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു സമൂഹം തന്നെയാണ്, ഒരു നാട് തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. നേടുന്നതിനേക്കാൾ നൽകുന്നതിലാണ് അവരുടെ ആനന്ദം. Happiness doesn't result from what we get, but from what we give.